എങ്ങാണ്ടൊക്കെ കറങ്ങിയിട്ട് വരിക. എവിടെ പോയതാണ് കണ്ടാലും? ഞങ്ങള് ജോത്സ്യനൊന്ന് കാണാൻ പോയതാണ്. അത് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്താവശ്യം? നമ്മുടെ ഈ ആവശ്യം ഉണ്ടായിരുന്നു. ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അതെന്താന്നാ ചോദിച്ചതേ? അച്ഛ, ഒരു അത്യാവശ്യത്തിന് ഞങ്ങളൊന്ന് പുറത്തു പോയി. അതിനെന്തിനാ ഇങ്ങനെ ചോദ്യം ചെയ്യണേ? അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെയാണോ ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ്ടത്? കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛന് ഇഷ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ 100 വട്ടം പറഞ്ഞതാ സാരി മാറ്റിയിട്ട് ചുരിദാർ ഇട്ടോ. കണ്ടോ പോന്ന പറഞ്ഞോ. അത് അമ്മയ്ക്ക് ഞാൻ സാരി കൊടുക്കണതാ ഇഷ്ടം, അതുകൊണ്ടാ. അതല്ല, ഇന്ന് ഈ വീട്ടിൽ ഒരു പണിയും നടന്നിട്ടില്ല. എന്തേ? അച്ഛൻ നുണ പറയണ്ട. അതെ, അമ്മയുടെ കയ്യിൽ ചൂല്, അമ്മ അടിച്ചു വാരായിരുന്നില്ലേ? അതെ, നിങ്ങൾക്കൊക്കെ എന്താ ഈ വീട്ടിൽ പണി? അമ്മയ്ക്ക് വയ്യാന്നുള്ള കാര്യം നിനക്കറിയില്ലടാ. അറിയാ. ഇന്നിവിടെ ഇത്ര നേരമായിട്ട് ഈ വീടൊന്നും അടിച്ചു വാരിയിട്ടില്ല. ഇന്നലെ കഴിച്ച പാത്രങ്ങൾ മുഴുവൻ അവിടെ കൊട്ടത്തളത്തിൽ കിടക്കുകയാണ്. അതൊന്നും കഴുകി വെച്ചിട്ടില്ല. ഇവിടുത്തെ ഒന്ന് കഴുകാൻ എന്താ കുഴപ്പം? നാമത്തെ ഈ ചെറിയ പണിയും കൂടി അമ്മ ഒന്ന് മേലനങ്ങി ചെയ്യില്ല. അങ്ങനെ തടി കൂടിയിട്ട് അമ്മയ്ക്ക് അസുഖം വരണേ. അതെ, അമ്മയുടെ അസുഖം വന്നതിന്റെ കാരണമല്ല ഞാൻ നിന്നോട് ചോദിച്ചത്, ആണോ? ഒരു കാര്യം ഞാൻ പറയാം, ഇതൊരു കുടുംബമാണ്. അവനവന്റെ ജോലിയും തീർത്തിട്ട് പറഞ്ഞിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങി പോവാൻ. അല്ലാതെ നിങ്ങളുടെ തോന്നിയാസം ഇവിടെ ഇറങ്ങില്ല. മണ്ടു, ഈ ചാവി അവിടെ കൊളത്തിക്കോ. സത്യമായിട്ട് അത്രയും പെണങ്ങുണ്ടായിരുന്നു. കഴിഞ്ഞില്ല എന്റെ സത്യേട്ട, ഇത് എപ്പോ തുടങ്ങിയതാ? വെള്ളം ഒഴിക്കണോ? വെള്ളപ്പൊഴിക്കണ്ട, ആ ചപ്പ് എടുത്തിട്ട് കുറച്ച്. എനിക്ക് അടുക്കളയിൽ വേണ്ട പണിയുണ്ട്, അതിന്റെ ഇടയ്ക്ക് ഈ ചപ്പും വെള്ളവും. കടൊക്കെ പൊട്ടിക്ക് പോ. പയറിന്റെ വിത്ത് തന്നെ ഇവിടെ നട്ടു. അതൊക്കെ നടാ. ആരും ഇല്ലേ ചോദിച്ചതാണ്. ആളൊക്കെ ഉണ്ടല്ലോ. എന്താ ഞങ്ങള് പോരെ? നിങ്ങളുടെ മകൻ കോമളിനൊന്ന് കാണാൻ വന്നാണ്. എന്ത്? അല്ല, മറ്റേ ശ്യാമളൻ. ശ്യാമളല്ലാതെ ശീതളൻ. ഉണ്ട്. ഒന്ന് വിളിക്ക. ആ മണ്ടുവിനെ വിളിക്കേ. മണ്ടുവേ. അല്ലേട്ടാ, മണ്ടുവല്ല, ശീതളൻ. അവളെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ പറകണ്ടാവും. ഒന്നും കൂടി വാടാ, 2 ആൾക്കാർ വന്നിട്ടുണ്ട് കാണാൻ. ഒറ്റയ്ക്കൊക്കെ ഇറങ്ങി വന്നോ? ഒറ്റയ്ക്ക് വരാതിരിക്കാൻ സൂക്കേട് വല്ലതും ഉണ്ടോ? സൂക്കടന്നെ ഇപ്പൊ പറഞ്ഞിട്ട് ഇതാണ് ഞാൻ പറഞ്ഞു മന്മഥൻ സാറ്. അതെ, സുഗതൻ എന്നോട് പറഞ്ഞു വീടിന് ചുറ്റും മാങ്ങയും തേങ്ങയും ചക്കയൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ഒന്നും കാണുന്നില്ല. അപ്പൊ പുറകിൽ സ്ഥലം ഉണ്ടോ? പറയലുണ്ട്. മൊത്തത്തിൽ എത്ര സെന്റ് ഉണ്ട് സ്ഥലം? ഇത് എല്ലാം കൂടെ ഒരു അച്ഛനെ കറക്റ്റ് അറിയുള്ളൂ. അത് അച്ഛോ, നമ്മുടെ സ്ഥലം എല്ലാം കൂടെ എത്ര ഉണ്ട് ഇവിടെ? സ്ഥലം ഇത് ഒരു 10-70 സെന്റ് വരും. പ്രമാണത്തിലുണ്ടോ? ഉണ്ട്. പ്രമാണത്തിലുണ്ടല്ലോ അല്ലയോ? എന്നാ പിന്നെ നമുക്ക് സമയം കളയാണ്ട് അകത്തൊന്ന് കയറി നോക്കാം. പിന്നെ അകം കാണണം. അങ്ങോട്ട് നിക്ക്. എന്താ സംഭവം? അല്ല, അവര് നമ്മുടെ വീടിന്റെ അകം ഒന്ന് വെറുതെ കണ്ടോട്ടെ അല്ലേ? എന്തിന്? അല്ല, അപ്പൊ ഈ സ്ഥലം വിൽക്കാട്ടിരിക്കണല്ലേ? ഏത് സ്ഥലം? ഈ സ്ഥലമോ? ഇത് വാങ്ങാൻ പോണത് സാറാണ്. നിങ്ങൾ അന്വേഷിച്ച് വന്ന ഈ ശീതളന്റെ അച്ഛനാണ് ഞാൻ. അതെ. ആ അച്ഛൻ ഇത് വിൽക്കാനിട്ടിട്ടില്ല. പക്ഷെ ശീതളം പറഞ്ഞു ഇത് കൊടുക്കാൻ പോവാണെന്ന്. സാറിന് കുട്ടി വന്നു. അതെങ്ങനെ ശീതളം പറയാ? ഇതെന്റെ സ്ഥലല്ലേ? ഇജ്ജ് പറഞ്ഞടാ. അല്ല, ഞാൻ പറയല്ല, മണ്ടു പറഞ്ഞേ. അവള് പറഞ്ഞു വെച്ചാ അവളാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവിടെ ടൗണിൽ ഇവിടുത്തേക്കാളും സൗകര്യം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ മാറാലോ, മാറുകയാണെങ്കിൽ സൗകര്യമാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മണ്ടു പറഞ്ഞോ? അങ്ങനെ അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ കുടുംബക്കാരെല്ലാരും കൂടെ ചേർന്ന് വില കയറ്റാനുള്ള വല്ല പരിപാടിയാണോ? ആണോ? എങ്കിൽ ഈ കച്ചവടത്തിന് ഞാനില്ല. ഈ സ്ഥലം പറഞ്ഞോ?
വിൽക്കാനല്ല അച്ഛാ, പിന്നെ കുറച്ചും കൂടി നല്ല വീട് ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറാലോ എന്ന് വിചാരിച്ചു. എന്ത് ഇനിയിപ്പോ എന്താടി കുഴപ്പം? അല്ല അമ്മേ, ഈ ഗ്രാമപ്രദേശത്ത് ഇങ്ങനെ കടന്ന് നരയിക്കണേലും നല്ലതല്ലേ? ടൗണിലാവുമ്പോ ജോലിക്ക് പോവാനും എളുപ്പമുണ്ട്. അങ്ങനെ നീ ജോലിക്ക് പോകണല്ലേടാ നീ ഇവിടുന്ന്? നീ ഇവിടുന്നാണോ ജോലിക്ക് പോയത്? പഠിക്കാൻ പോയത്? അതെ, ഒന്ന് നിർത്തോ. നിങ്ങളുടെ കുടുംബകാര്യം കേൾക്കാനല്ല ഞങ്ങൾ വന്ന്. ഒന്നാമത് അച്ഛനോടൊക്കെ ആലോചിച്ചിട്ട് വേണ്ട ഒരു സ്ഥലം വെക്കാൻ. 100 തിരക്കുന്നല്ല ഞാൻ ഈ സാറെ കൂട്ടിയിട്ട് വന്നത്. സ്ഥലന്റെ പേരിൽ തന്നെയാണ്. സ്ഥലത്തിന്റെ പേരിലാണെന്ന് വിചാരിച്ചിട്ട് അവ അങ്ങനെ പലതും പറയും. വിവരമില്ലാത്തവനാ. ഈ സ്ഥലം ബുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ ഈ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് എന്താടാ മോൻ വിളിക്കണേ? ഞാൻ എന്റെ കണ്ണിലെന്താണെന്ന് നോക്കിയത്. കണ്ണിലെന്താന്ന് കളി പോകുന്നില്ല. കാരണരെ അല്ല, അപ്പൊ ഞങ്ങൾ എന്താ നിങ്ങൾ വെക്കോ. അതന്നെ. അതെ, സ്വന്തമായിട്ട് നട്ടലുണ്ടാവുമ്പോൾ സ്ഥലം കൊടുക്കാൻ നിൽക്കണം കേട്ടാ. ഉണ്ടല്ലോ. എന്ത് പണിയാണോ നടക്കണവൻ. എന്റെ വില കളഞ്ഞില്ല. എന്ത് വരാ? ഞാൻ പോടോ. കണ്ണും പിടി കാണിക്കാൻ സാറേ, ഞാനുണ്ട്. വീട് വെപ്പനക്കാർ. ചേട്ടാ, ദാ. അമ്മേ, ഒന്നാമത്തത് വല്ല ആൾക്കാരെ കൊണ്ട് നട്ടലില്ലാത്ത ആളാന്ന് പറയിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കാൻ നിങ്ങൾ. നിനക്ക് നാണമുണ്ടോടാ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയത് വിറ്റ് തൊലയ്ക്കാനായിട്ട്? അമ്മ കുറച്ചും കൂടി നല്ല വീട് കണ്ട അങ്ങോട്ട് മാറാലോ നമുക്ക്. ഈ വീടിനെന്താ? ഈ വീട്ടിന് എന്താണ് കുഴപ്പം? എന്താ ഈ വീട്ടിന് കുഴപ്പം? ഇവിടെ കുഴപ്പമുണ്ടായിട്ടല്ല. എന്നും ഈ കുഗ്രാമത്തില് ഈ പൊട്ടക്കിണറ്റില് തവള കിടക്കണ പോലെ, അങ്ങനല്ലേ പോലെ കിടക്കണ്ട എന്ന് പറഞ്ഞിട്ടാ. ഞങ്ങൾ ഇവിടെ കിടന്ന് നരകിക്കണോ? നിന്നെ പെറ്റിട്ടത് ഇവിടെ അല്ലേടാ? നീ വളർന്നത് എവിടെയാ? ഇത്ര നാൾ നീ ജോലിക്ക് പോയത് ഇവിടെ നിന്നല്ലേ? എന്നിട്ട് അവളെ കല്യാണം കഴിച്ച അന്ന് മുതലാണ് നീ വീട് പറ്റൂല. അപ്പൊ അച്ഛനെ പെറ്റിട്ട് കൊടുത്താ അച്ഛൻ താമസിക്കണേ. അച്ഛൻ ഇപ്പൊ അവിടെ നിന്നൊക്കെ ഇവിടെ വന്ന് താമസിക്കല്ലേ? എന്തോ ഇതിനോടൊക്കെ പറഞ്ഞ് ഈ മരത്തലയോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ എന്തിനാ എഴുതി തന്നേ? എഴുതി തന്നത് നിനക്ക് ലോൺ എടുക്കാൻ വേണ്ടിട്ട്. വിൽക്കാനാണോടാ? ലോൺ എടുത്ത് അടക്കണ്ടേ? അല്ല, വെറുതെ പറ്റോ? പിന്നെ അപ്പൊ ഇത് വിറ്റിട്ടാണോ ലോൺ അടയ്ക്കണത്? നിങ്ങളുടെ സൗകര്യത്തിന് പെരുമാറാനായിരുന്നെങ്കിൽ പിന്നെ ഈ മനുഷ്യൻ എഴുതി കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം. ഈ വീടും വളപ്പും വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാ ഈ വീടും വളപ്പും ഞാൻ വിൽക്കും, അത് സമ്മതിക്കും ഞാൻ. കഴുതോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എടാ, ഈ വീടും വളപ്പും അവള് വിറ്റിട്ട് ആ പൈസ കൊണ്ട് അവള് പോവും. നീ പട്ടിണി കിടന്ന് ചാവും. എന്റെ ഭാര്യ അച്ഛൻ വെറുതെ തോന്നിയാസം പറയരുത് കേട്ടോ. വായി തോന്നിയതൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയാണോ? നിനക്കൊക്കെ കാണിക്കാല്ലേ തോന്നിയാസം? രണ്ടുപേരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ഞങ്ങൾ രണ്ടുപേരും ടൗണിൽ പോയി നല്ലൊരു വീട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് അഡ്വാൻസ് കൊടുക്കേണ്ട കാര്യം ജോൾസിനോട് ചോദിക്കാൻ വേണ്ടിയാ ഇന്നലെ പോയത്. ഇന്നലെ അതാണ് രണ്ടാളും മിണ്ടാതൊരു പോക്കങ്ങ് പോയതല്ലേ? മിണ്ടിയിട്ട് പോയാൽ സമ്മതിക്കില്ലല്ലോ. മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും സമ്മതിക്കില്ല. ഇതേ ഈ മനുഷ്യന്റെ വേർപ്പിന്റെ ഫല. അത് നീ ഒന്നും വിറ്റ് കാശാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെ നിനക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന് എടുത്തിട്ട് വന്നെ. എന്റെ കുടുംബക്കാരെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ മിണ്ടാ നിൽക്കുന്നേ? അമ്മേ, കൂടുതൽ കിടന്ന് ചെലച്ചാണ്ടല്ലോ. രണ്ടെണ്ണത്തിനും കൊണ്ട് വൃദ്ധസദനത്തിലാക്കും, പറഞ്ഞേക്കാം. വൃദ്ധസദനാണെങ്കിലും സൗകര്യമുള്ള വൃദ്ധസദനം ഉണ്ടാവും, അവിടെ ആക്കാം.